അതീവ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കഴിഞ്ഞ 8-9 ദിവസമായി തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടല്ല ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടാകുന്നത്. 1917 വലിയ അത് ആഴക്കടലിൽ ഉൾക്കടലിലുണ്ടായ വലിയ ദുരന്തമായിരുന്നു ഓഖി. പോയ ആളുകളെ ആരും കടലിൽ നിന്ന് കാണുന്നില്ല എന്നതാണ് പ്രശ്നം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കരയിൽ നിൽക്കുന്ന ആർക്കും ഒരു പിടിയില്ല. ഒടുവിൽ ഒരു വള്ളവും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള 100 കണക്കിന് വള്ളങ്ങൾ ആഴക്കടലിൽ പോയി തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ നമ്മൾ അടിയന്തരമായി അന്ന് ഇടപെട്ടത് നോക്കുകുത്തിയായി ഇരിക്കുകയല്ല ചെയ്തത്. വാർത്ത അടുത്ത ദിവസം തന്നെ നേവിയുമായും എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ഹെലികോപ്റ്ററും നേവിയുടെ കപ്പലും അവരുടെ ഡ്രോണുകളുമായിട്ട് ഈ കടപ്പുറത്ത്, വിഴിഞ്ഞ കടപ്പുറത്ത് നമ്മൾ അതിശക്തമായ അന്വേഷണം നടത്തിയത് നിങ്ങൾക്കറിയാം. 100 കണക്കിന് തൊഴിലാളികളെയാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. അന്ന് എയർഫോഴ്സിൻ്റെ സെക്യൂരിറ്റി ഏരിയ, അവിടെ എയർപോർട്ടിനടുത്ത് സെക്യൂരിറ്റി ഏരിയയിൽ ഫിഷറീസ് മന്ത്രിയായ ഞാനും തിരുവനന്തപുരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ഇവിടുത്തെ ACP ആയിട്ടുള്ള പ്രകാശ്, അദ്ദേഹം ഇന്ന് IG ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രകാശം അടക്കം നിരവധി പോലീസുകാരും മറ്റു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആകെ കേന്ദ്രീകരിച്ചാണ് തിരുവനന്തപുരത്ത് എയർഫോഴ്സിൻ്റെ സെക്യൂരിറ്റി ഏരിയയിലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങാനും 100 കണക്കിന് തൊഴിലാളികളെ കൊണ്ടുവന്ന് ആശുപത്രികളിലേക്ക് അടിയന്തരമായി എത്തിക്കാൻ നടപടി സ്വീകരിച്ചത്. അന്നത്തെ 3-ാം ദിവസം നിരവധി വാഹനങ്ങളിൽ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത തൊഴിലാളികളുമായി പോകുമ്പോൾ തീരത്തെ റോഡ് തടഞ്ഞവരാണ് അന്നത്തെ UDF-കാർ. 3-ാമത്തെ ദിവസം ആളുകളെ ആശുപത്രിയിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ആ വാഹനമടക്കം തടഞ്ഞ് പ്രതിഷേധം നടത്തിയവരാണ് അന്നത്തെ UDF-കാർ. ഇപ്പോൾ 9 ദിവസം പിന്നിട്ടില്ലേ? ഈ 9 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നില്ല എന്ന് മാത്രമല്ല, ഒരു മന്ത്രി പറയുന്നത് കടലിലൊക്കെ പോയാൽ ഇങ്ങനെയാണ്, ആളെ കാണാതായാൽ ഇതൊക്കെ കണ്ടെത്താൻ സമയമെടുക്കും, ഇതൊരു സാധാരണ സംഭവം. നമ്മുടെ മുഖ്യമന്ത്രി മഹാനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ, തീരദേശം അവിടെ പോയാൽ അത് രക്ഷപ്പെടുമോ എന്നതാണ് സതീശ സംശയം. അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് മുഖ്യമന്ത്രി അടക്കം ഞാൻ അന്ന് തന്നെ വന്നു പള്ളിയിൽ. അവിടെ എല്ലാവരുടെയും കൂടെ ഈ വികാരമുണ്ടാകും തൊഴിലാളികൾ. സ്വാഭാവികമായി തങ്ങളുടെ സഹോദരങ്ങളിൽ കടലിൽ പോയവരെ കാണാനില്ലാതായാൽ അവർ വികാരം ഉണ്ടാകും, പൊട്ടിത്തെറിക്കും, കരയും, ഇതെല്ലാം നടക്കും. ഇതെല്ലാം നേരിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കേ അടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രി വന്നപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. കാരണം അവരുടെ സഹോദരങ്ങൾ കടലിലാണ്, ആരെയും കാണാനില്ല. എന്താണെന്ന് മറുപടി പറയേണ്ടത് ഭരണാധികാരികൾ കൂടിയാണ്. അതുകൊണ്ട് അവരുടെ കടുത്ത പ്രതിഷേധം ഉയർത്തി. അതല്ലാതെ ഇവിടെ വരാൻ പാടില്ല, ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യരെ തിന്നുന്നവരാണ്, ഇവരെല്ലാം കാട്ടാളന്മാരാണ് എന്ന നിലയല്ല ഇടതുപക്ഷം സ്വീകരിച്ചത്. അവരുടെ വിഷമത്തിൽ പങ്കാളിയായി അവരോടൊപ്പം ചേർന്ന് അവരുടെ രോഷവും അവരുടെ സങ്കടവും ഒക്കെ നേരിട്ട് കണ്ട് അതെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആശ്വാസം എത്തിക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അവസാനമായപ്പോൾ ഒരു തൊഴിലാളിയുടെ അനുഭവം, എയർഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞത്, എയർഫോഴ്സും നേവിയുടെ കപ്പലുമുണ്ട്, എയർഫോഴ്സിൻ്റെ നിന്ന് കയറ് താഴ്ത്തിക്കൊടുത്തി ഇവരെ രക്ഷപ്പെടുത്തി പൊക്കിയെടുത്താണ് കപ്പലിലേക്ക് മാറ്റുന്നത്. ഒരു തൊഴിലാളി വള്ളം കമന്ന് കിടക്കുന്ന വള്ളത്തിൽ കമന്ന് പിടിച്ച് കിടക്കുകയാണ്. ഇവർ പറഞ്ഞു, അങ്ങ് രക്ഷപ്പെട്ട് ഞങ്ങൾ ഇടുന്ന കയറിലേക്ക് കപ്പലിലേക്ക് കയറണം. ആ തൊഴിലാളിയുടെ നിർബന്ധം, ഞാൻ തനിയെ കയറില്ല, എൻ്റെ വള്ളവും കയറ്റണം. വള്ളം കയറ്റാൻ അപ്പം നമുക്ക് നിർവാഹമില്ല, വള്ളം വിട്ടേക്കൂ, വള്ളം പോകട്ടെ. തൊഴിലാളിയോട് അവർ അപേക്ഷിച്ചു കയറണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കയറില്ല. അപ്പോഴത്തേക്ക് വേറെ വഴിയിൽ തൊഴിലാളികളെ കണ്ടു, ഹെലികോപ്റ്റർ ആ വഴിക്ക് നീങ്ങി അവരെ രക്ഷപ്പെടുത്തിയിട്ട് വീണ്ടും അവർ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ വള്ളം മാത്രമേ ഉള്ളൂ, തൊഴിലാളിയെ കാണാനില്ല. അതാണ് തൊഴിലാളി. അവൻ്റെ ജീവൻ്റെ ഭാഗമായി കാണുന്ന വള്ളം ഉപേക്ഷിച്ച് വരാൻ അവൻ തയ്യാറില്ലാതെ വള്ളത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന തൊഴിലാളി പിന്നീട് നമ്മൾ കണ്ടത് ആഴക്കടലിലേക്ക് ആ തൊഴിലാളി മുങ്ങിയതാണ്. അന്ന് ആ എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുക്കൽ വന്ന് കാര്യം പറയുമ്പോൾ ഞാൻ വാസ്തവത്തിൽ അന്ന് ഞെട്ടിപ്പോയി. വള്ളമാണ് അവർക്ക് പ്രധാനം, അവരെ ജീവനേക്കാൾ അവർ വള്ളത്തെ സ്നേഹിക്കുന്നു, അവരെ തൊഴിലിനെ സ്നേഹിക്കുന്നു എന്നതാണ് തൊഴിലാളിയുടെ മനോഭാവം. അത്തരമുള്ള തൊഴിലാളിയാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത്. ആയിരക്കണക്കിന് പേർ തമിഴ്നാട്ടിലെയും കേരളത്തിലെയുമുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വീണ്ടും കുറേ പേരെ കാണാനില്ല, കിട്ടിയില്ല. അതിനിടയിൽ കുറച്ച് മൃതദേഹങ്ങളാണ് കിട്ടിയത്. 102ഓളം മൃതദേഹങ്ങൾ കിട്ടി. അപ്പോൾ പിന്നെയും ആളെ കാണാനില്ല.
അപ്പോൾ നമ്മുടെ ഇടവകയിലെ വികാരിയെല്ലാം പറഞ്ഞു 400-ലേറെ പേരെ ഇനി കാണാനുണ്ട്. അത് നമുക്ക് പ്രശ്നമായി. 400-ലേറെ പേരോ? അങ്ങനെ ഞാനും നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ജില്ലാ കളക്ടറും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് എന്നടി അടക്കമുള്ളവർ, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഞങ്ങൾ ഈ വിഴിഞ്ഞത്തെ മുഴുവൻ വീടുകളും ഞാൻ കയറിയിറങ്ങി. ഏതൊക്കെ വീട്ടിലാണ് ആളെ കാണാനില്ലാത്തത്? മുഴുവൻ വീടും. അന്ന് വിഴിഞ്ഞം മേഖലയിലെ കടലിൽ പോയ മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെയും വീടുകളിൽ നേരിട്ട് കയറിയ ആളാണ് ഞാൻ. തിരുവനന്തപുരം ജില്ലാ കളക്ടറും ഫിഷറീസ് ഡയറക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രി എന്ന നിലയിൽ ഞാൻ കയറി. മുഴുവൻ വീടുകളും കയറിയപ്പോൾ മനസ്സിലായി 142 കുടുംബങ്ങളാണ് ഇനിയും കാണാനുള്ളത്. അതിൽ 109 പേരുടെ ഡെഡ് ബോഡി കിട്ടി. അപ്പോൾ ബാക്കിയുള്ളവർ ഇനി എവിടെയെന്ന് കണ്ടെത്തിയില്ല. ഞങ്ങൾ വീണ്ടും അന്വേഷണം തുടർന്നു. വളരെ നാളുകളോളം അന്വേഷണം തുടർന്ന് കിട്ടിയില്ല. അപ്പോൾ ഒരു പ്രശ്നം എന്താണ്? ബോഡി കിട്ടുന്നവർക്കേ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഈ 142 വീടും കയറിയത് കൊണ്ട് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ആ വീടിൻ്റെ സ്ഥിതി എന്താണ്? അവിടെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ പ്രസവിച്ച കുഞ്ഞ്, ചില വീടുകളിൽ 6 മാസമായ കുഞ്ഞ്, തൊഴിലില്ലാത്ത സഹോദരിമാർ, വീട് പോലും പാർക്കാൻ സൗകര്യമുള്ള വീടില്ലാത്തവർ, ഇങ്ങനെയുള്ള മുഴുവൻ സ്ഥിതി 142 വീടിൻ്റെ മുഴുവൻ കണക്കും കൃത്യമായി എഴുതിയെടുത്തു. അവിടുത്തെ പ്രശ്നങ്ങൾ എന്ത്, അവിടെ എന്താണ് വിഷയം, എല്ലാം എഴുതിയെടുത്തു. 159 കഴിഞ്ഞ് ബാക്കിയുള്ളവർ കാണാനില്ലാത്തവർ എന്ന സ്ഥിതിയിൽ നമ്മുടെ നിലനിൽക്കുന്ന നിയമം, കടലിൽ കാണാതെ പോയാൽ 12 വർഷം കഴിഞ്ഞേ ആനുകൂല്യം കൊടുക്കാൻ പറ്റൂ. ഈ കാണാതെ പോയ ആളുകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ഞങ്ങൾ ഭേദഗതി വരുത്തി. മുഴുവൻ കാണാതായ കുടുംബങ്ങൾക്കും മരിച്ച കുടുംബങ്ങൾക്കും ഒരേ 22 ലക്ഷം രൂപ കുടുംബത്തിൽ ആനുകൂല്യം നൽകി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും വലിയൊരു തുക അവർക്ക് നേരിട്ട് കൊടുക്കുന്നത്. 22 ലക്ഷം രൂപ ആനുകൂല്യം നൽകി. എന്നിട്ട് ആ വീടുകളിൽ ഞങ്ങളത് കണ്ടെത്തി. 42ഓളം കുടുംബങ്ങളിലെ തൊഴിലില്ല, മറ്റൊരു വരുമാന മാർഗമില്ല. അവർക്ക് ഇത്രയും മത്സ്യഫെഡിൽ ജോലി കൊടുത്തു. അവിടെയുള്ള കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞു തൊട്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, പലതരത്തിൽ അവരുടെ എല്ലാം വിദ്യാഭ്യാസ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്തു. ആ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. 2035 വരെ ആ പദ്ധതി തുടരും. 2035 വരെ അവർ BAയോ MAയോ വരെ പഠിക്കുന്നത് വരെ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ. +1 ഒക്കെ ആയാൽ 1 ലക്ഷം രൂപയാണ്. ഹൈസ്കൂളിലുള്ളവർക്ക് 50,000 60,000 രൂപയാണ്. പ്രീ പ്രൈമറി കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 30,000 രൂപ വരെയാണ്. മുഴുവൻ കുട്ടികൾക്കും സാമ്പത്തിക സഹായം കൊണ്ട് 2035 വരെ അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും അതിനാവശ്യമായ 13.5 കോടി രൂപ പ്രത്യേകമായി നിക്ഷേപിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പ്രതിബദ്ധതയോടുകൂടി തൊഴിലാളികളുടെ വികാരം സ്വന്തം വികാരമായി ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിവിധ തലത്തിലുള്ള ഏർപ്പാട് നടത്തിയവർ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ നടപടി സ്വീകരിച്ചു. വലിയ തുറയിലെ ഫ്ലാറ്റിലേക്ക് വരാൻ ചിലർ തയ്യാറായി, ചിലർ സന്നദ്ധമല്ല. വിഴിഞ്ഞത്ത് വീണ്ടും ഇവിടെ നമ്മൾ കോവളസൈൽ വീണ്ടും ഫ്ലാറ്റുകൾ ഉണ്ടാക്കി. ആ ഫ്ലാറ്റിൽ കുറേ പേരെ മാറ്റി പാർപ്പിച്ചു. ഇങ്ങനെ പുനരധിവാസം, തൊഴില്, മക്കളുടെ വിദ്യാഭ്യാസം, ഈ തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ കുടുംബങ്ങളിൽ BA BEd പാസ്സായ 6-7 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കും തൊഴിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു. നമ്മുടെ സഭയുടെ സ്കൂളുകൾ നിരവധിയുണ്ട്. ആ സ്കൂളുകളിൽ BA BEd വരെയുള്ളവർക്ക് നമുക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കാൻ കഴിയില്ല. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ്. മത്സ്യഫെഡിലും മറ്റുമൊക്കെയാണ് നമ്മൾ ജോലി കൊടുക്കുന്നത്. അത് അച്ഛന്മാരോട് പറഞ്ഞു, നിങ്ങൾ സഭയുടെ സ്കൂളുകളിൽ അവരെ പരിഗണിക്കണം. പരിഗണിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ തരത്തിൽ മുഴുവൻ ആളുകളുടെയും കുടുംബത്തെ സംരക്ഷിക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കാൻ, തൊഴിലില്ലാത്ത കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ, അങ്ങനെ പുനരധിവാസം ന്യായമായി ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളികളെ ചേർത്ത് പിടിച്ചൊരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്.